അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഇനി അതിൻ്റെ ഫോർമാലിറ്റി റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സിൻ്റെ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഞങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ്. നിയമസഭാ സാമാജികൻ ഇങ്ങനെ പെരുമാറണമെന്ന കൃത്യമായ ചട്ടങ്ങളുമൊക്കെ ഉണ്ട്. എത്തിക്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് കമ്മിറ്റിക്ക് പരാതി ആ രീതിയിൽ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് ഞങ്ങൾ മൂവ് ചെയ്യും. ഇത് സ്വാഭാവികമായി ഇത് ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ഗുരുതരമായ ആരോപണം. വെറുമല്ല, തുടർച്ചയായ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായ ആരോപണങ്ങൾ വന്ന പശ്ചാത്തലത്തിൽ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് ഞങ്ങൾ മൂവ് ചെയ്യും. പരാതി കിട്ടിയാൽ മാത്രമാണ്. അത് പരാതി ലഭിക്കുമോ ചില ആൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ടല്ലോ MLA-മാർ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഞങ്ങൾ ആ നിലയിൽ മൂവ് ചെയ്യും. പിന്നെ ഡിസ്ക്വാളിഫിക്കേഷനും മറ്റ് കാര്യങ്ങളും അത് ലീഗൽ പോയിന്റ്, ലീഗൽ എക്സ്പേർട്സുമായി ഞങ്ങൾ ചർച്ച ചെയ്യും. ഇത് ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഡിഫക്ഷന് സാധ്യതയുണ്ടോ എന്നുള്ളത് ലീഗൽ എക്സ്പേർട്സുമായി ചർച്ച ചെയ്തതിനു ശേഷം തീരുമാനിക്കും. അതൊക്കെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയതല്ല. അതിലിപ്പോൾ സ്പീക്കർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അവരുടെ പാർട്ടിക്ക് ആരെയും പുറത്താക്കാനും എടുക്കാനും തിരിച്ചെടുക്കാനുള്ള അവകാശമുണ്ട്. ഒരു വലിയ പാർട്ടി എന്ന നിലയ്ക്ക് അവരെ പുറത്താക്കി. അതിൽ സ്പീക്കർക്ക് റോളില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങളുടെ ചോദ്യം ഡിഫെക്ഷൻ ആണെങ്കിൽ അതിൽ ഞങ്ങൾ ലീഗൽ എക്സ്പേർട്സുമായി കൂടി ആലോചിച്ച് വേണ്ട തീരുമാനമെടുക്കും. ഒരു സീരിയൽ റേപ്പിസ്റ്റിനെ പോലുള്ള സ്വഭാവം ഒരാൾ ഇപ്പോഴും MLA ആയിട്ട് തുടരുന്നത് അത് എന്ത് സന്ദേശമാണ്? ഞാൻ പറഞ്ഞല്ലോ, അത് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. പക്ഷേ ഞങ്ങൾക്ക് നിയമത്തിനടി ഉള്ളിൽ നിന്നുകൊണ്ടേ പെരുമാറാൻ പറ്റും. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് നിയമവിദഗ്ധന്മാരുമായി കൂടി ആലോചിച്ച് വേണ്ട തീരുമാനമെടുക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.